ആ വഞ്ചിക്ക് വരുന്ന ചേട്ടന്മാരെ കണ്ടോ? അതിനു മുമ്പ് ഓരോ അരിമണിയിലും അത് കഴിക്കുന്ന ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അരിമണിയിൽ മാത്രമല്ലല്ലോ, കരിമീനിലും ചിക്കനിലും ബീഫിലും എല്ലാത്തിലും എഴുതിയിട്ടുണ്ടാവും. കാരണം പെരുമ്പളം പാലം കാണാൻ പോയപ്പോൾ താഴെ വഞ്ചിക്ക് പോയ ചേട്ടന്മാർ പാലത്തിൻ്റെ താഴെ വല വീശുകയും ഞങ്ങളെ കണ്ടപ്പോൾ 2.5 കിലോ കരിമീൻ ഉണ്ടെന്ന് പറയുകയും പെടപെടക്കണ പച്ചക്കരിമീൻ വാങ്ങി വാഴയിൽ പൊള്ളിക്കുന്നതും ആ പൊള്ളിക്കുന്ന വീഡിയോ നിങ്ങൾ ഒരു ദിവസം കാണുമെന്നും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കരിമീൻ പൊള്ളിച്ചെടുക്കാം. ആദ്യം ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കുക. ഒന്ന് വാടി വരുമ്പോൾ ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കുക. പിന്നീട് നല്ല വാഴയിലയിലേക്ക് ആ മസാല ചേർത്ത് അതിന് മുകളിലേക്ക് വറുത്ത കരിമീൻ വെക്കുക. അതിൻ്റെ മുകളിൽ കൂടി മസാല വെച്ചിട്ട് വാഴയില നന്നായി കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ആ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇരുവശവും വേവിച്ചെടുക്കുക. നല്ലൊരു മണവും വാഴയിൽ അത്യാവശ്യം നല്ല ബ്രൗൺ നിറവും ആകുമ്പോൾ ആ ഇല നമുക്ക് മാറ്റാം. ഇനിയാണ് മോനെ അത് തുറക്കുന്നത്. ആ വാഴയില തുറന്നു വരുമ്പോൾ ഒരു സ്മെല്ലടിക്കും. കഷ്ടപ്പെട്ട് വേർത്ത് നിന്ന് ഉണ്ടാക്കിയ അമ്രു തന്നെ ആദ്യം കഴിക്കട്ടെ. ഒരു പീസ് കിള്ളിയെടുത്ത് കഴിക്കുന്ന അമ്രുവിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഏത് ഫുഡിലും അത് കഴിക്കുന്ന ആളുടെ പേരുണ്ടാവും. ഇതിൻ്റെ ഫുൾ വീഡിയോ, പെരുമ്പളത്ത് പോകുന്ന വീഡിയോ, അവിടെ ട്രാവലിംഗ് ചെയ്യുന്ന വീഡിയോ എല്ലാം നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.